നമസ്കാരം. ഗുണ്ടകൾക്കും കുറ്റവാളികൾക്കുമൊപ്പം ഇന്ന് പിടിയിലായവരിൽ തഹസീൽദാരും പോലീസുകാരനും. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഒറ്റയാൾ സമരം കൊണ്ട് ശ്രദ്ധേയായ ജസീറയ്ക്ക് ഒടുവിൽ സമരം പിൻവലിക്കേണ്ടി വന്നു. പോലീസ് മർദ്ദനങ്ങൾക്കും വധഭീഷണിക്കും നടുവിലാണ് ജസീറ സമരം പിൻവലിച്ചത്. ജസീറയുടെ കുട്ടികളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. സമരവും ഭീഷണികളും ന്യായമോ അന്യായമോ പ്രേക്ഷകർക്ക് തീരുമാനിക്കും. വാഗ്ദാനം ചെയ്ത പണം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജസീറയുടെ സമരം. ആദ്യം ചിറ്റിലപ്പള്ളിയുടെ വീട്ടിന് മുന്നിലും പിന്നീട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലും സമരം നടത്തി വരികയായിരുന്നു ജസീറ. ഇതിനിടെയാണ് ഇന്നലെ രാത്രി പോലീസ് നോക്കി നിൽക്കെ അബ്ദുള്ളക്കുട്ടിക്കെതിരെ മത്സരിക്കുമോ എന്ന് ആക്രോശിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജസീറയ്ക്കെതിരെ ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത്. സംരക്ഷിക്കേണ്ട പോലീസാകട്ടെ പിന്നീട് മർദ്ദനത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഇതിനു പിന്നാലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നില്ലെന്ന് കാട്ടി പോലീസ് ജസീറയ്ക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി തെരുവിൽ സമരം ചെയ്ത നിരാലംബയായ യുവതിക്ക് സമരം പിൻവലിക്കേണ്ടി വന്നത്. തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് ജസീറ പീപ്പിളിനോട് തുറന്നു പറഞ്ഞു. ഇവിടെ ഇറങ്ങിയ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞു, നിന്റെ സമരത്തോടെ ഇന്നത്തോടെ തീർക്കൂന്ന് പറഞ്ഞു. അപ്പൊ പോലീസുകാർ പറഞ്ഞു നീ ഇപ്പൊ അവിടെ ഇറങ്ങിയ നിന്നെ പൊടിയാക്കൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാളെ കൊല്ലാൻ പോകുമ്പം കൊല്ലാൻ ചെന്നയാളെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ കൊല്ലാൻ പോകുന്നയാളെല്ലാം. അവിടെയാണ് ജസീറ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കൂടി അവിടെ ഈ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരാണ് പറഞ്ഞത് കൊല്ലുമെന്ന്. അവളെ പുറത്ത് നീ ഇറങ്ങിയെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാവുന്നവർ തന്നെയാണോ? തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസുകാരുടെ കയ്യിലുണ്ടാവും. നൽകാമെന്നേറ്റ ധനസഹായം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി നൽകില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സമരം ചെയ്യാനാവാത്ത അവസ്ഥയുണ്ടാക്കി സമരം പിൻവലിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തം. കെ രമയുടെ സമരം സംബന്ധിച്ച ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെയാണ് നിരാലംബയായ ഒരു യുവതിയും അവരുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും സമരം അവസാനിപ്പിച്ച് ജീവനം കൊണ്ടോടുന്ന കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക്. ജസീറയ്ക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നെങ്കിൽ ആലുവയിൽ പോലീസുകാരനെ നാട്ടുകാർ കൈകാര്യം ചെയ്തു. ഡ്യൂട്ടി സമയത്ത് ഓഫീസിലിരുന്ന് മദ്യപിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നാട്ടുകാർ പിടികൂടിയത്. ആലുവയിലെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം ഓഫീസിലായിരുന്നു സംഭവം. ആലുവയിലെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ മദ്യപാനം പതിവാണെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. മദ്യപാനം നടക്കുന്നുവെന്ന വിവരം കിട്ടിയതോടെയാണ് നാട്ടുകാർ ഓഫീസിനകത്ത് കടന്ന് ഓഫീസ് ചാർജുള്ള CI ഏലിയാസ് ജോണിനെ തടഞ്ഞുവെച്ചത്. ഒപ്പം മദ്യപിച്ചിരുന്ന 3 പോലീസുകാർ ഓടി രക്ഷപ്പെട്ടു. ഇവരെല്ലാം സിവിൽ വേഷത്തിലായിരുന്നു. ഓഫീസ് പരിസരത്തു നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ആലുവ DYSP സനൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഇയാൾ മദ്യപിച്ചിരുന്നതായി പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. റൂറൽ ജില്ലയിലെ വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ചുമതലയാണ് ഓഫീസിനുള്ളത്. 12 പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതേസമയം സംഭവം ഒതുക്കി തീർക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൊടുപുഴയിൽ ഒരു തഹസീൽദാരും കാര്യങ്ങൾ മോശമാക്കിയില്ല. കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ വിജിലൻസിന്റെ പിടിയിലായത്. ആഡംബര നികുതി ഒഴിവാക്കുന്നതിനായി തഹസീൽദാർ ആവശ്യപ്പെട്ടത് 12,000 രൂപ. പാറാമ്പുഴ സ്വദേശിയായ ഫ്രാൻസിസ് എന്നയാൾ പരാതിയുമായി വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. അടുത്തിടെ നിർമ്മിച്ച വീടിന് ആഡംബര നികുതി ഒഴിവാക്കുന്നതിന് 15,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നായിരുന്നു പരാതി. വിജിലൻസ് നൽകിയ നോട്ടുകളുമായി ഫ്രാൻസിസ് താലൂക്ക് ഓഫീസിലെത്തി തഹസീൽദാർ ജോയ് കുര്യാക്കോസിന് കൈമാറി. തഹസീൽദാർ പണം നേരിട്ട് സ്വീകരിക്കാതെ സമീപത്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പല പ്രാവശ്യം സാറേ ഞാൻ ചോദിച്ചു, ഇത്രയും ഞാൻ തന്നോ, കുറച്ച് തന്നാൽ പോരാ ഇത്രയും തന്നെ. അത് കഴിഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നു, അന്നും കിട്ടിയില്ല. ഇന്നാണ് വന്ന് പൈസ കൈ തരേണ്ട പ്രശ്നമാണ് അവിടെ വെച്ചേരെ. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ അവിടെ ബാഗിൻ്റെ അടിയിൽ. ഈ പണം പിന്നീട് വിജിലൻസ് വിഭാഗം കണ്ടെടുത്തു. 2700 ചതുരശ്ര അടി വിസ്തൃതിയുള്ള വീടിന് 3020 ചതുരശ്ര അടി വിസ്തൃതിയുള്ളതായി തെറ്റായി രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു തഹസീൽദാർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. 3000 ചതുരശ്ര അടിയിലധികം വിസ്തൃതിയുള്ള വീടുകൾക്കാണ് ആഡംബര നികുതി ബാധകമാവുക. ഇതിനിടെ തഹസീൽദാർക്ക് പിന്തുണയുമായി NGO അസോസിയേഷൻ പ്രവർത്തകർ എത്തിയത് നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചു. സംഭവമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരിൽ ചിലരെ NGO അസോസിയേഷൻ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാണ് ബഹളത്തിന് കാരണമായത്. കോൺഗ്രസ് അനുകൂല ഗസറ്റഡ് സംഘടനയുടെ നേതാവാണ് പിടിയിലായ തഹസീൽദാർ.
ഇയാൾക്കെതിരെ മുൻപും നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം പാലക്കാട് പ്രാരി വില്ലേജ് ഓഫീസിലുമുണ്ടായി. ഇവിടെ സാമൂഹ്യ വിരുദ്ധരും ഗുണ്ടാസംഘവും വനിതാ വില്ലേജ് ഓഫീസറെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ വില്ലേജ് ഓഫീസർ ചികിത്സയിലാണ്. പ്രതികൾ ഒളിവിലും. കോൺഗ്രസ് പാലക്കാട് മണ്ഡലം മെമ്പറും പ്രായിരി പഞ്ചായത്ത് മെമ്പറും ചേർന്നാണ് വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തത്. പൊതുപ്രവർത്തകർ എന്ന് വീരവാദം മുഴക്കി പ്രായിരി വില്ലേജ് ഓഫീസിൽ ഉച്ചസമയത്താണ് കോൺഗ്രസ് പ്രവർത്തകർ ബഹളം വെച്ചത്. വില്ലേജിൽ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉടൻ നൽകണമെന്ന് പറഞ്ഞ് ജ്യോതിലക്ഷ്മിയെ കയ്യേറ്റം ചെയ്യുകയും മണിക്കൂറുകളോളം ഓഫീസിൽ തടഞ്ഞു വെക്കുകയുമായിരുന്നു. അവർക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് എഴുന്നേൽക്കുകയായിരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ശരിയായ രൂപം കാണിക്കാൻ തുടങ്ങി, ബഹളം വയ്ക്കാനോ. അല്ലാതെ അവിടെ യാതൊരു പ്രൊവോക്കേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് എന്നെ എഴുന്നേൽപ്പിച്ച് പുറത്ത് കൊണ്ടുവന്ന് അവരുടെ ഭിത്തിയിലുണ്ടായിരുന്ന എല്ലാം വലിച്ച് കളഞ്ഞ്. ഞാനൊരു സുഖമില്ലാത്ത ആളിലൂടെയാണ്, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ്. ഞാനത് അവരോട് പറഞ്ഞു, എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ എന്നെ അകത്തെ മുറിയിൽ വീണ്ടും രണ്ടാമത് കൊണ്ടുപോയി അകത്തെ മുറിയിലിട്ട് പൂട്ടി. രണ്ടുപേരും രണ്ടു വശത്തുമായിട്ടിരുന്നിട്ട് എന്നെ കൊണ്ട് സർട്ടിഫിക്കറ്റ്, ആരുടെയോ ഒരാളുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, നന്ദബാലൻ എന്ന് പറയുന്ന ബ്ലോക്ക് മെമ്പറും കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മെമ്പറാണ് തീരെ മോശമായിട്ട് അപമാനിക്കുന്ന രീതിയിൽ, ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിലും അങ്ങനെയൊന്നുമല്ല, എന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തി അസഭ്യം പറയുകയും എന്നെ എന്താ പറയുക ക്ഷമിക്കാനാവാത്ത വിധത്തിൽ എന്നോട് ബിഹേവ് ചെയ്തിട്ട് പോയത്. പോലീസ് എത്തിയതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ബഹളം അവസാനിപ്പിച്ചത്. മർദ്ദനമേറ്റ ജ്യോതിലക്ഷ്മിയെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ ഓഫീസിൽ കയറി പ്രവൃത്തി തടസ്സപ്പെടുത്തിയതിനും വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തതിനും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. പ്രതികളായ 2 കോൺഗ്രസ് പ്രവർത്തകരും ഒളിവിൽ പോയിരിക്കുകയാണ്. കൊച്ചിയിൽ പട്ടാപ്പകൽ വീടിന് നേരെ ഗുണ്ടാ ആക്രമണം. തൈക്കുടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പാണേക്കാട്ട് ആന്റണിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പകൽ 11:30 സംഭവം നടന്നത്. തൈക്കോടത്ത് 15 വർഷമായി വാടകയ്ക്ക് താമസിച്ചു വരുന്ന പാണേക്കാട് ആന്റണിയുടെ കുടുംബത്തിന് നേരെയാണ് 12 പേരടങ്ങുന്ന ഗുണ്ടാസംഘം ആക്രമണം നടത്തിയത്. ആന്റണിയുടെ മകൻ്റെ ഭാര്യയും 1.5 വയസ്സുള്ള പെൺകുട്ടിയും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. വീട്ടുടമസ്ഥൻ്റെ നേതൃത്വത്തിൽ വടിവാളും ചുറ്റികയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം വീട് തല്ലി തകർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറഞ്ഞു. വീടിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു കൊച്ചും അതിൻ്റെ ഭാര്യയും അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ. അതിനെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ഇതൊരു 15 മിനിറ്റിനുള്ളിൽ ഇവർ തല്ലിപ്പൊളിച്ചിട്ടിട്ട് അവരവരുടെ പാട്ടിന് പോയി. വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വാടകക്കാരായ തങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് കാരണമായതെന്ന് ആന്റണി ഭാര്യയും പറഞ്ഞു. 9 മാസമൊക്കെ അല്ലെ എഗ്രിമെൻറ്റും പോന്നു. ഈ 9 മാസത്തിൽ ഇപ്പോൾ 4 മാസം വാടക കൊടുക്കാണ്ട് 15,000 രൂപ അഡ്വാൻസ് കിടപ്പുണ്ട് എൻ്റെ മോൻ്റെ എഗ്രിമെൻറ്റിൽ. അപ്പോൾ ഈ 15,000 രൂപ കഴിഞ്ഞ് ബാക്കി 9 മാസം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ബാക്കി പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ എഗ്രിമെൻറ്റ് നിന്നേക്കാണ്, വേറെ ശല്യമില്ല. പിന്നെ ഇങ്ങനെ ചെയ്താണ്. ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റ ആന്റണിയുടെ മകന്റെ ഭാര്യയും കുഞ്ഞും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പട്ടാപ്പകൽ ഗുണ്ടാക്രമണം നടന്ന വിവരമറിഞ്ഞിട്ടും പോലീസ് തുടർ നടപടി സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർക്ക് ആരോപണമുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പുറത്താക്കാൻ നടക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും നാട്ടുകാരുടെ പിന്തുണയോടുകൂടി അത് പ്രതിരോധിക്കാൻ ഞങ്ങൾ മുമ്പോട്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇന്നത്തെ ഏറ്റവും ദാരുണമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് അടുത്ത റിപ്പോർട്ട്. CPIM-നെ പിന്തുണച്ചതിന് പശ്ചിമ ബംഗാളിൽ 2 സ്ത്രീകളാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. സംഭവത്തിൽ 7 തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗത്തിനിരയായവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. CPIM-നെ പിന്തുണച്ചതിനും തൃണമൂൽ കോൺഗ്രസിൽ അംഗമാകാൻ തയ്യാറാകാത്തതിലുമാണ് 2 പേരെ കൂട്ടബലാത്സംഗം ചെയ്തത്. പശ്ചിമബംഗാളിലെ ഹൗറ അംതയിലാണ് സംഭവം. 27ഉം 43ഉം വയസ്സുള്ള ബന്ധുക്കളായ സ്ത്രീകളാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ആരോപണ വിധേയർ. വീട്ടിൽ അതിക്രമിച്ചു കയറിയ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പാർട്ടിയിൽ അംഗമാകാത്തതിന് വനിതകളെ ആക്ഷേപിച്ചു. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പാർട്ടിയിൽ അംഗമാകാത്തതിൽ നിന്നും വനിതകൾ പിന്മാറിയെന്നും ഇവർ CPIM-നെ പിന്തുണയ്ക്കുന്ന നടപടിയെയും പ്രതികൾ ചോദ്യം ചെയ്തു. CPIM-ന്റെ റാലികളിലും മറ്റും പങ്കെടുത്തതിന് വനിതകളെ കുറ്റപ്പെടുത്തിയ പ്രതികൾ തുടർന്ന് CPIM-വുമായി സഹകരിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.
8 തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് MLAയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റായി പ്രവർത്തിച്ച ആളാണ് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ. ന്യൂസ് ഡെസ്ക്.